ഹായ് കൂട്ടുകാരെ, ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാടങ്ങളാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. കണ്ടോ, ഞാറ് നാട്ടിട്ട് കണ്ടങ്ങളിങ്ങനെ ഒരുപാടുണ്ട്. നല്ലൊരു പ്രദേശമാണ് ഇത് കാണാൻ. നല്ല ഭംഗിയുള്ളൊരു പ്രദേശമാണ്. നല്ല നല്ല ചന്തയുണ്ട് കണ്ടോ. അപ്പുറത്ത് വാഴത്തോപ്പുണ്ട്. ഈ കുറേ പാടത്തിൻ്റെ അക്കരെ ഇക്കരയും കുറച്ച് വീടുകളുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. ഈ പാടത്തിൻ്റെ അപ്പുറത്ത് പിന്നെ കുറേ തൊടിയാണ്. കുറേ അങ്ങോട്ട് കുറേ അധികം സ്ഥലമുണ്ട്. തൊടി ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. നല്ല എന്താ പറയുക, ഹരിതകവർണ്ണത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞില്ലേ, അതുപോലെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയ കുളമുണ്ട്. ആ കുളത്തിൽ ഇവിടെ കുട്ടികൾ വന്ന് കുളിക്കും. എനിക്ക് നീന്താൻ അറിയാത്ത കാരണം ഞാൻ കുളത്തിൽ ഇവിടെ കുറച്ച് കുണ്ടിലേക്ക് പോവാതെ കുറച്ച് വിട്ട് നിന്നിട്ടേ ഞാൻ കുളിക്കുള്ളൂ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇവിടെ കണ്ടോ ഒരുത്തൻ ചാടി മറിയണത്. ഒരുത്തൻ കുളത്തിൽ ഇതാ ചാടി മറിയണ് കണ്ടോ. ചെറിയൊരു കുട്ടിയാണ്, അവനും കൂടി നീന്താൻ അറിയാം. ഞാൻ പിന്നെ ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ പാടങ്ങളും ഇതൊന്നും ഇല്ലാത്തൊരു കുളമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ജനിച്ച് വളർന്ന കാരണം എനിക്കതറിയില്ല. പിന്നെ ഇവിടെ എന്നെ കൊടുന്ന നാടാണ് ഇവിടെ. അത് ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് ഞാനിങ്ങനെ കുളങ്ങളൊക്കെ അതങ്ങനെ ഇവിടെ അടുത്തടുത്തൊക്കെ കുളമുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു കുളമാണ്. പിന്നെ കുറച്ച് അകലേക്ക് അങ്ങോട്ട് പോയ വലിയൊരു ഇതിനേക്കാളും കുറച്ചും കൂടി വലിയൊരു കുളമുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ഇങ്ങോട്ട് നടന്ന് പോയാൽ ഒരു കുന്നംകുളം പറഞ്ഞിട്ടുള്ള ഒരു കുളമുണ്ട്. അത് വലിയ കുളമാണ് കേട്ടോ. വലിയ തോടൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് കുറേ പോയ ഒരു വായനശാല ഉണ്ട്. അതിൻ്റെ അവിടേക്ക് പോയ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു കുളമുണ്ട്. അത് മൂർക്കം കുളം പറയും. അങ്ങനെ ഇവിടെയൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അടുത്തടുത്ത് കുളങ്ങളും പാടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. ഇതൊക്കെ ഒരു അധികം കൃഷി സ്ഥലങ്ങളാണ് ഇവിടങ്ങളിലേക്കൊക്കെ. പച്ചക്കറി കൃഷി നടത്തണവർ, വാഴക്കൃഷി നടത്തണവർ ഒക്കെ നല്ല കൃഷിക്കാർ അധികമുള്ള സ്ഥലമാണ് കേട്ടോ. കൃഷിക്കാർ മാത്രമൊന്നുമല്ല കേട്ടോ, ജോലിക്കാരുണ്ട്. ഒക്കെ ഇപ്പോൾ നല്ല ജോലിക്കാരാണ്. എൻജിനീയർമാരായിട്ടും നേഴ്സുമാരായിട്ടും അങ്ങനെ ഡോക്ടർമാരായിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു തന്നെയാണ് കാണാനും, നല്ല ഭംഗിയാണ്. ഉണ്ടോ, അവനെ എത്ര ചാടി മറിഞ്ഞാലും മതിയാവണില്ല കേട്ടോ. അവൻ കുളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ നീന്തി മറിയന്നെയാണ്. ഇന്നിപ്പോൾ അവൻ വിളിച്ച കാരണം ഞാൻ വന്നതാണ്. ഇന്നലെ എന്നോട് പറഞ്ഞതാണ്. ഇഷാനു എന്നാണ് കേട്ടോ അവൻ്റെ പേര്, ഇർഷാനു എന്നാണ്. ഇന്നലെ എന്നോട് പറഞ്ഞ ചേച്ചി ഒന്ന് പോരുമൊക്കെ കുളിക്കാം, ഒറ്റയ്ക്ക് വരാൻ പേടിയായിട്ടായിരിക്കും. പേടിക്കാനൊന്നുമില്ല, അതവിടെ അടുത്ത് തന്നെ വീട്. അവന് നീന്തൊക്കെ അറിയണതാണ്. എന്നാലും അവൻ ഇന്നലെ മുതൽ പറയൽ തുടങ്ങിയത്. അപ്പയ്ക്ക് എന്താ പറയുക, പാവം തോന്നി. അപ്പം ഇന്ന് ഞാൻ വീട്ടിലെ പണികളൊക്കെ നേരത്തെ കഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം അവനുമായി ചിലവഴിക്കാൻ വന്നു. ഇപ്പോൾ അവൻക്ക് അങ്ങനെ നീന്തി രസിക്കട്ടെ. പല മോഡലിലൊക്കെയാണ് കേട്ടോ നീന്തണത്. പല മോഡലിലൊക്കെയാണ് നീന്തണത് കണ്ടോ. നീന്തി മതിയാ പറയട്ടോ ഇഷാനു, എനിക്ക് പോണേ. എന്നാ വേഗം കുളിച്ചൂട്. മലർന്ന് നീന്താ അറിയോ? മലർന്നിട്ട് അറിയോ? മലർന്ന് നീന്താ അറിയോ? എന്നാ നീന്ത് വേഗം ആവട്ടെ. അവന് അടുത്ത കാലത്തായിട്ടാണ് കേട്ടോ നീന്തം പഠിച്ചത്. എന്നാലും അത്യാവശ്യം തരക്കേടില്ലാത്ത രൂപത്തിൽ അവൻ നീന്താ. അപ്പുറത്തതാ ഒരുത്തൻ, അവന് കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റണില്ല. അവന് പേടിയല്ല, അവന് അസുഖമാണ്. പിന്നെ അവന് പനിയും ജലദോഷമൊക്കെ വേഗം വരും, ശ്വാസം മുട്ടൊക്കെ വേഗം വരും. അപ്പം അതുകൊണ്ട് അവൻ കുളത്തിലിറങ്ങില്ല. അവൻ എന്നോട് പറഞ്ഞ് ഞാനുണ്ട് ചേച്ചിയെന്ന്. പക്ഷെ ഞാൻ അവനെ കൊടുന്നില്ല കേട്ടോ. അവൻ വന്നാലേ അവൻ കുളത്തിലിറങ്ങും. ഇറങ്ങിയ അവൻ ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കില്ല. അപ്പം ഞാൻ അവനെ കൊടുന്നില്ല. അതാ അവൻ്റെ പേര് ഷമ്മാസ് എന്നാണ്. കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ എന്തൊക്കെയോ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അവനത് അവിടെ നിൽക്കണം. അപ്പോൾ അവനങ്ങനെ ഇവൻ ചാടി മറിയണത് കണ്ടിട്ട് ഇങ്ങനെ കൊതിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതാ അപ്പോൾ കണ്ടോ
മറ്റവൻ ചാടാൻ നിൽക്കുകയാണ്. ഇതാ ചാടണു. ആ തല നനച്ചാൽ ഞാൻ പിടയ്ക്കും, ഉറപ്പാണ്. ആ അതാ അവന് ഇങ്ങനെ ആര്യ അവിടെ കണ്ടോ പാവം, അവനെ ഇങ്ങനെ വിട്ട് നിന്നിട്ടൊന്ന് ചാടി നോക്കിയതാണ് കേട്ടോ. അവന് എന്നോട് പറഞ്ഞ് ഒന്ന് ആഗ്രഹം ഉണ്ട് എന്നുള്ളത്. പോയിക്കോഷാഞ്ഞോ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അവനൊന്ന് ഇറങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ. അവന് നീന്തൊന്നും അറിയില്ല കേട്ടോ. വലിയ വർത്താനൊക്കെ പറയും നീച്ചുണ്ട് എന്ന്. കണ്ടോ? അപ്പോൾ അവൻ്റെ മോഹല്ലേ, അവനൊന്ന് നടക്കട്ടെ. എന്താ അവനെ ഓളത്തിൻ്റെ അടിയിലേക്ക് പോണത് നല്ലൊരു ഫീലാണ് ഇത്ര. അപ്പോൾ ഒന്നും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടിയിലേക്ക് പോയി കാണിച്ചു തരികയാണ് കേട്ടോ ആള്. ഇവനാണ് കുളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കണത്. അവനെ ഇറക്കി കഴിഞ്ഞാൽ അവൻ അതിൽ തല നനയ്ക്കും. അപ്പോൾ എന്താവും, അവന് അസുഖമാവും. അപ്പോൾ അത് കാരണം അവനെ പിന്നെ കുളത്തിൽ ഇറക്കണില്ല. എന്നാലും പാവം ആഗ്രഹം കൊണ്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതാ അവനെ അങ്ങനെ കണ്ടോ നോക്കി നിൽക്കുകയാണ് മറ്റവൻ കാണിക്കണത്. തല നനച്ചിട്ടില്ലെങ്കിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇറങ്ങാറുന്നു. പക്ഷെ അവൻ തല നനയ്ക്കും, അതാണ് ഇപ്പോൾ വിഷയം. പിന്നെ കണ്ടോ ഇവിടെ മോട്ടറും പേരുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറച്ചിങ്ങേ പുറത്ത് വേറൊരു മോട്ടറും പേരുണ്ട്. മോട്ടറും പേരുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ടാ. അവിടെയൊക്കെ കല്ലാണ്. തലേമ കൊള്ളാന്ന് കല്ല് തലേമ കൊള്ളാന്ന് കണ്ട. നീർക്കോലിയൊന്നുമില്ല, ഈ കുളിച്ചോ. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ ഒരു മോട്ടറും പേരുണ്ട് കേട്ടോ. വേറൊരു മോട്ടറും പേരുണ്ട്. ഈ മോട്ടറും പേരുടെ ഇങ്ങനെ പുറത്ത് ഇത് ഒരു കിണറാണ്. ഈ കിണറ്റിൽ കണ്ടോ, ഇത് കിണറാണ്. കിണറ്റിൽ നിറയെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഈ കിണർ പിന്നെ വീട്ടിലേക്ക് വെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്ന കിണർ തന്നെയാണ്. കുടിക്കാനും വീട്ടു ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന കിണർ തന്നെയാണ്. പിന്നെ ഇവിടെ ഈ തൊടിയിൽ ഈ തെങ്ങൊക്കെ നനയ്ക്കാനും ഒക്കെ അവർ ഈ വെള്ളം ഉപയോഗിക്കും. നല്ല ഇഷ്ടം പോലെ ഏത് വേനലിലും ഈ കിണറ്റിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ഞങ്ങളും ഇപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. വീട് പണി നടക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വെള്ളം തലയ്ക്ക് കയറ്റി കൊണ്ടുപോയിരുന്നത് വീട് പണിക്ക്. അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണ് കാണാൻ. നിറയെ വാഴയും തെങ്ങും. ഇതിൻ്റെ അപ്പുറത്തും വലിയൊരു പാടം തന്നെയാണ്. ആ പാടത്തിൻ്റെ ഈ തൊടി കഴിഞ്ഞാലൊരു പാടം തന്നെയാണ്. അതും കുറേ സ്ഥലം പാടങ്ങളുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ തൊഴിലുറപ്പേർ പൂളക്കൊമ്പ് നട്ടിട്ടുണ്ട്. അത് കണ്ട അതവർ ചുറ്റി അങ്ങനെ പന്നി കയറി പൂളക്കൊമ്പല്ല കേട്ടോ. ഇവർ പയർ അങ്ങനെ പച്ചക്കറി കൃഷിയാണ് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് കാണാനില്ല. നട്ടിട്ടുണ്ട്, പയറൊക്കെ നട്ടിട്ടുണ്ട്. ഇത് അവർ ആകെ വളച്ച് കെട്ടിയണു പന്നി നാൽക്കാലികളൊക്കെ കയറണേന്. അതിൻ്റെ അപ്പുറം ഫുള്ളും പാടാണ്. ഇവിടെ കണ്ടോ ഇപ്രാവശ്യത്തെ മഴയ്ക്ക് മരങ്ങൾ 2 മറിഞ്ഞ് വീണ് കിടക്കണുണ്ട്. പ്ലാവുകളാണ് മറിഞ്ഞ് വീണ് കിടക്കണത്. ഇവിടെയും ചെറിയൊരു കിണറുണ്ട്. അതൊരു പൊട്ടക്കിണറാണ്. അത് ഉപയോഗശൂന്യമാണ്. പിന്നെ ഇതത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ കാഴ്ചകൾ. നല്ല ഭംഗിയാണ്. എനിക്ക് സമയം പോവാതെയൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ വന്ന് കുത്തിരിക്കും. അപ്പൊക്കെ നല്ലൊരു മനസ്സിനൊക്കെ ഒരു ശാന്തതയാണ്. ഒന്നാമത്തത് ആദ്യം എനിക്ക് പാടം കിണറും കുളങ്ങളും ഒക്കെ കാണുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് കുട്ടികളായാലും അവർ പറഞ്ഞാൽ ഞാൻ വരും, വന്ന് അവർക്ക് ഹെൽപ്പ് ചെയ്യും. അവർക്ക് ആഗ്രഹം കൊണ്ടല്ലേ ഇപ്പം അവർ വിളിക്കണത്. അപ്പോൾ ഞാൻ വരും. പിന്നെ ഈ കുട്ടികൾ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അവർ ഹെൽപ്പ് ചെയ്യും. എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ അവർ സഹായിക്കും. അവനെ അകലെന്ന് മേലെ കയറി നിന്ന് ചാടുകയാണ്. അവൻ ചാടുന്നതും അറിയണതൊക്കെ ഇവൻ ഇവിടെ നിന്ന് നോക്കി നിന്ന് രസിക്കുകയാണ്. ഒരു നിവൃത്തിയില്ല അവന്.